NEET 2027 Aspirants ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. നമ്മുടെ മുന്നിൽ 365 ഡേയ്സ് ആണുള്ളത്, അറിയാമല്ലോ അല്ലേ? സോ 720 മാർക്സ്, 180 പ്ലസ് ക്വസ്റ്റ്യൻസ്, പിന്നെ 3 സബ്ജക്ട്സും. നിങ്ങളെ ഒരു ഡോക്ടർ ആക്കാൻ ഈ ഒരു വർഷം മതി. സബ്ജക്ട് വെയിറ്റേജ് ഒന്ന് നോക്കിയാലോ. ബയോളജി ആണ് മെയിൻ, 50% ആണ് വെയിറ്റേജ് എൻ്റെ സബ്ജക്ട്, അതായത് 90 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫിസിക്സ് 25%, കെമിസ്ട്രി 25%. അങ്ങനെ വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, ഒരു ബാറ്റിൽ പ്ലാൻ വേണം. ഐ വിൽ ഹെൽപ്പ് യു ഔട്ട് ഇൻ ദിസ്. ഹിയർ ഈസ് യുവർ 4-phase റോഡ് മാപ്പ്. ഫേസ് 1, അതായത് May to August 2026 ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണ്. ഈ 120 ഡേയ്സ് NCERT ആണ് നിങ്ങളുടെ പവർ ബുക്ക്. കവർ ടു കവർ വായിക്കണം. കോൺസെപ്റ്റ് മനസ്സിലായില്ല എങ്കിൽ അടുത്ത പേജിലേക്ക് പോകരുത്. ഒരു ദിവസം ഒരു ടോപ്പിക്, ഇത് ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. പിന്നെ ഡയഗ്രാംസും നോട്ട്സും മൈൻഡ് മാപ്സും ഒക്കെ മസ്റ്റാണ്. അടുത്തത് ഫേസ് 2, September to December 2026. Deep dive and practice. Here we are going to shift the gear. Okay, high yield topics il focus ചെയ്യുക. ഓരോ ദിവസവും MCQ പ്രാക്ടീസ് ചെയ്യുക. DC പാണ്ഡെ പോലെയുള്ള റെഫറൻസ് ബുക്സ് ഉപയോഗിക്കാം. ആൻഡ് ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ 500+ മാർക്സ് കിട്ടിയിരിക്കണം. ഫേസ് 3, January to February 2027 റിവിഷൻ സ്പ്രിന്റ് എന്ന് നമുക്ക് ഈ ഒരു ഫേസിനെ പറയാം. 75 ഡേയ്സ് മാത്രമേ ഉള്ളൂ. സോ പുതിയ ബുക്സ് ഒന്നും തൊടുകയേ വേണ്ട. നിങ്ങൾ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സും മൈൻഡ് മാപ്സും ഫോർമുല കാർഡ്സും ഷീറ്റ്സും ഒക്കെയാണ് നിങ്ങൾ ഈ ഒരു ഫേസിൽ പഠിക്കേണ്ടത്. കഴിഞ്ഞ 10 വർഷത്തെ PYQs, ദാറ്റ് മീൻസ് PYQs എന്ന് പറഞ്ഞാൽ എന്താ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു നോക്കണം. നിർബന്ധമായും വീക്കിൽ 3 ഫുൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. Here comes phase 4, March to April 2027 mock test blast. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. ലാസ്റ്റ് 50 ഡേയ്സ് ഇതൊരു മെന്റൽ ഗെയിമാണ്. ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുക. എറർ ലോഗ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരിക്കൽ പറ്റിയ മിസ്റ്റേക്ക് പിന്നെ വരാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ലോഗ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് വീക്ക് ഓവർലോഡ് എടുക്കാതെ ലൈറ്റായി പഠിക്കുക. സോ സ്റ്റേ കോൺഫിഡൻറ്റ്. 8 to 10 hours ഐഡിയൽ ഡെയിലി റുട്ടീൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, കൺസിസ്റ്റൻസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊന്ന് നോക്കിയാലോ. കമൺ. 6 to 8 AM ബയോളജി, ഫ്രഷ് ബ്രെയിൻ ആണ്, റീഡ് ചെയ്യാൻ നല്ല സമയം. 8 to 10 AM ഫിസിക്സ്, കോൺസെപ്റ്റ്സും ന്യൂമെറിക്കൽസും ഇവിടെ തീർക്കണം. 11 AM to 1 PM കെമിസ്ട്രി തിയറിയും റിയാക്ഷൻസും പഠിക്കാം. ആൻഡ് 3 to 5 PM MCQ പ്രാക്ടീസ് പ്ലസ് PYQs. പഠിച്ചത് അപ്ലൈ ചെയ്യാനുള്ള ടൈമാണ്. 6 to 9 PM റിവിഷനും മോക്ക് ടെസ്റ്റ് അനാലിസിസും ചെയ്യേണ്ട ടൈമാണ്. കൂടാതെ 7 to 8 hours ഉറക്കം നിർബന്ധമാണ്. ബ്രെയിനിന് റെസ്റ്റ് കൊടുത്താലേ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. എക്സാം അടുക്കും തോറും 7 to 8 hours എന്നത് ഒരു 5 to 6 hours അല്ലെങ്കിൽ ഒരു 4 to 5 hours എന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഈ പറയുന്ന 4 കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. NCERT is the king. 70% ക്വസ്റ്റ്യൻസും ഇതിൽ നിന്നാണ് വരുന്നത്. ഓരോ ലൈനും മുഖ്യം ബിഗില്. സെക്കൻഡ് വൺ, സ്പേസ്ഡ് റെപ്പിറ്റേഷൻ. Day 1, 3, 7, 14, 30 ഈ ഗ്യാപ്പിൽ റിവൈസ് ചെയ്തിരിക്കണം. തേർഡ് വൺ, PYQ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവും, അത് ഇഗ്നോർ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഓക്കെ, ചെയ്യരുത്. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നത് PYQ നമുക്ക് പറഞ്ഞു തരും. ആൻഡ് ഹിയർ കംസ് ദ 4th പവർ ടിപ്പ്, ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഓഗസ്റ്റിൽ NCERT തീർക്കണം. ഡിസംബറിൽ 500 മാർക്സ് ടാർഗറ്റ് ചെയ്യണം. ബിഗിനറായി തുടങ്ങി റെഫ്യൂസ് ടു ഗിവ് അപ്പ് എന്ന മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് എക്സ്പേർട്ടായി മാറുന്നത്. സോ 365 ഡേയ്സ്, 1 ഗോൾ, NEET 2027. നമുക്കിത് നേടണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ NEET 2027 നമ്മൾ എടുക്കും എന്ന് കമൻറ്റ് ചെയ്യുക. സേവ് ദിസ് വീഡിയോ ഫോർ 2027 ആൻഡ് ഓൾ ദ ബെസ്റ്റ് ആർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്.